ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2, അതിൻ്റെ വേഴ്സ് നമ്പർ 12 ആൻഡ് 13, അതിൻ്റെ 12-13 വാക്യങ്ങൾ. 12-ാം വാക്യത്തിനകത്ത്, 12-ാം വാക്യം മൊത്തമല്ല, പക്ഷെ അതിൻ്റെ ഒടുവിലൊരു വാക്യമുണ്ട്. ഷോ ദ റിസൾട്ട്സ് ഓഫ് യുവർ സാൽവേഷൻ, obeying God with deep reverence and fear. ഹല്ലേലൂയ. 12-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രവർത്തിക്കുവാൻ അതിന് പ്രസാദമുള്ളവ ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും വ്യാപരിക്കുന്നത്. ആമേൻ. 12-13 വാക്യങ്ങളായി ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടപ്പം അതിനകത്ത് പറയുന്നു, നിങ്ങളുടെ രക്ഷയുടെ ഫലത്തെ നിങ്ങൾ കാണിക്കുവാൻ വേണ്ടി, രക്ഷയുടെ ഫലം നിങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി നിങ്ങൾ നന്നായി ബന്ധപ്പെടാൻ, അല്ലെ, വർക്ക് ഹാർഡ് ടു ഷോ ദ റിസൾട്ട്സ് ഓഫ് യുവർ സാൽവേഷൻ. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഫലം കായ്ക്കണം, അല്ലെ, ഫലം പുറത്തു വരണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഞാൻ എന്നിൽ നിന്ന് ഫലം പുറപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. ഭാവിയിൽ ഫലം പുറപ്പെട്ടേക്കാം എന്നല്ല, പക്ഷെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, ക്രിസ്തുവിലായ ഒരു വ്യക്തി, ആത്മാവ് രക്ഷ പ്രാപിച്ച് ഒരു വ്യക്തിക്കകത്തുനിന്ന് നിലനിൽക്കുന്ന ഫലം ഉണ്ടായി വരണം. ഹല്ലേലൂയ. ഫലമില്ല എങ്കിൽ ആ വ്യക്തി രക്ഷ പ്രാപിച്ചിട്ടില്ല. സ്തോത്രം. അപ്പം ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തു രക്ഷകനായി തീർന്നാൽ, യേശു കർത്താവ് എൻ്റെ രക്ഷകനാണ് എന്ന് ഏറ്റു പറയുന്ന ഓരോരുത്തരും രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഈ രക്ഷപ്പെട്ട വ്യക്തിയുടെ അകത്തുനിന്ന് ഫലം പുറത്തു വരണം, നല്ല ഫലം പുറത്തു വരണം. നമ്മള് കൊളോസ്യരുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ കുറിച്ചുള്ള വാർത്ത ലോകം മൊത്തം പോയിരിക്കുക, നിങ്ങൾ നല്ല ഫലം കായ്ക്കുന്നവരാണ് എന്ന് ലോകം മൊത്തം അറിഞ്ഞിരിക്കുന്ന ഞാൻ അതിനകത്ത് അഭിമാനം കൊള്ളുന്നു ഇന്ന് ഞാൻ അറിയുമ്പം. എന്താന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് പോയത് നിങ്ങൾ അനുസരിക്കുക മാത്രമല്ല, ഇപ്പൊ നിങ്ങളുടെ അകത്തുനിന്ന് ഇത് ഫലം കായ്ക്കുന്നു. ഇത് മറ്റുള്ളവര് നിങ്ങളെക്കുറിച്ച് ഇത് പറയുന്നതിനകത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു, അല്ലെ. കൊളോസ്യരുടെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിനകത്താ പറയുന്നത്, ഈ നല്ല സുവിശേഷം പോയിടത്തെല്ലാം ഫലം കായ്ക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിനെ ഇത് മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഫലം കായ്ക്കുന്നതാണ് സുവിശേഷം. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ നല്ല വിത്ത് എവിടെയെങ്കിലും വീണാൽ അവിടെ ഫലം ഉണ്ടായി വന്നേ പറ്റൂ. ഹല്ലേലൂയ. അപ്പം ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം വരുമ്പം പറയുവാണ്, പൗലോസ് അപ്പോസ്തലൻ പറയാ, നിങ്ങൾ നന്നായി പണിയെടുക്കണം. ഒരു കൃഷിക്കാരൻ അധ്വാനിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അധ്വാനിൽ നിന്ന് നൽഫലം പുറപ്പെടുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ ബന്ധപ്പെടുന്നത് രക്ഷ പ്രാപിക്കാറില്ല, ബന്ധപ്പെടുന്നത് ഞാൻ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ടൊക്കെയാ ഞാന് സ്വർഗത്തിൽ കയറേണ്ടോ, അങ്ങനെയല്ല. നമ്മൾ എവിടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്? ദൈവരാജ്യത്തിനകത്ത്. ഹല്ലേലൂയ. എവിടാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്? ദൈവരാജ്യത്തിനകത്ത്. ഹല്ലേലൂയ. ക്ഷീണമില്ലാതെ ഉറക്കമില്ലാതെ ഓടണം, കർത്താവിന് വേണ്ടി ഓടണം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ അറിഞ്ഞപ്പം തൊട്ട് ആ നാള് തൊട്ട് ക്ഷീണമില്ലാതെ ഓട്ടമാ. ഓടി എന്തുമാത്രം കഷ്ടപ്പാടുകൾ നേരിട്ട് അതിനകത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ ഒന്നും കണക്കാക്കാതെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാന് പിന്നിലുള്ളതിനെ ഒന്നും നോക്കാതെ മുന്നിലുള്ളതിനെ ലക്ഷ്യം വെച്ച് ഞാൻ ആഞ്ഞ് മുന്നേറുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ യേശുവിൻ്റെ രാജ്യം വലുതാകണം. രക്ഷയുടെ ഫലം നിങ്ങൾ പുറപ്പെടുവിക്കണം. നിങ്ങളുടെ രക്ഷയുടെ ഫലം. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് വിധത്തിലാണ് ജീവിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ ഈ രക്ഷ മറ്റുള്ളവർ നമ്മളെ കണ്ടാൽ നമ്മളെ ഒരു എക്സാമ്പിളായിട്ട്, ഒരു ഉപമയായിട്ട് നമ്മളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നമ്മളെ കണ്ടിട്ട് വേണം മറ്റുള്ളവരൊന്ന് ക്രിസ്തുവിലേക്ക് വരാനായിട്ട്. നമ്മളും ഇരുന്ന് കരഞ്ഞും കൂവിയും ബന്ധപ്പാടും കഷ്ടതയും പട്ടിണിയും പാടും കൊള്ളാത്ത ജീവിതങ്ങളും കൊള്ളാത്ത സ്വഭാവങ്ങളും കാഴ്ചവെച്ചാൽ
മറ്റുള്ളവരെങ്ങനെ ക്രിസ്തുവിലേക്ക് വരും? നമ്മളെ കണ്ട് പിന്നെ എന്ത് പഠിക്കാനുണ്ട്? ഇന്ന് 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 വലിയ ആഗ്രഹത്തോടെ പറയണം, കർത്താവ് എന്നെ കണ്ടിട്ട് അനേകര് ക്രിസ്തുവിലേക്ക് വരണം. എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലം കണ്ടിട്ട് അനേകര് ക്രിസ്തുവിലേക്ക് വരണം. ഹല്ലേലൂയ. എന്നെ കണ്ടിട്ട് ആൾക്കാർ ആഗ്രഹിക്കണം, ഓ എനിക്കും യേശുവിനെ വേണം. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുക, ഹല്ലേലൂയ, അതിന്റെ 14-ാം വാക്യത്തില്, ഡു എവറിത്തിങ് വിതൗട്ട് കംപ്ലൈനിങ് ആൻഡ് ആർഗ്യൂയിങ്. അപ്പൊ കുറ്റം പറയാനും മലയാളത്തിൽ വായിച്ച് 14. വക്രതയും വഴിപിഴച്ചതുമായ തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും ദൈവത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എല്ലാം ചെയ്യുന്നത് നിങ്ങൾ കുറ്റം പറയാതെ പിറുപിറുക്കാതെ തമ്മിൽ തമ്മില് കുറ്റം പറയാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ എന്ന് അത് 14-ാം വാക്യം ആണ്. 14-ാം വാക്യം എനിക്ക് തോന്നുന്നു 14-ാം ആയിരിക്കും. ബട്ട് ഡു എവറിത്തിങ് വിതൗട്ട് കംപ്ലൈനിങ് ആൻഡ് ആർഗ്യൂയിങ്. നിങ്ങൾ സകലതും ചെയ്യുന്നത് കുറ്റം പറയാതെ. അപ്പം ഇന്ന് ദൈവസഭയ്ക്കകത്ത് കയറിയിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് കുറ്റം പറച്ചില്. വേറെ സഭക്കാരെ കുറ്റം പറയും, സഭയിൽ വരുന്ന കൂട്ടത്തിൽ വരുന്ന കൂട്ടുവിശ്വാസിയെ കുറ്റം പറയും, സഭ നടത്തുന്നവരെ കുറ്റം പറയും, എല്ലാവരെയും സകലമാന മനുഷ്യരെയും കുറ്റം പറയും, അല്ലേ? എല്ലാത്തിനകത്തും കുറവ് കണ്ടുപിടിക്കും. സകലമാന കാര്യത്തിനകത്ത് ഇന്ന് ദൈവസഭയ്ക്കകത്ത് കുറവ് കണ്ടുപിടിക്കാൻ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരങ്ങനെ ചെയ്ത്, അവരിങ്ങനെ ചെയ്ത്, അവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കി, അവരിങ്ങനെയൊന്നും അല്ല ചെയ്തത്, ഇങ്ങനെയൊന്നും അല്ല വചനം പറഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല അവർ പറഞ്ഞതും എടുത്തതും ഒക്കെ കുറ്റം കണ്ടുപിടിക്കും. ഈ കുറ്റം കണ്ടുപിടിക്കുന്ന ദൈവജനം ഈജിപ്തിൽ നിന്ന് ഇറങ്ങി അവര് ഇസ്രായേൽ അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്ന വഴിയിൽ അവര് വീണ് പെട്ടു പോകാൻ, അവരൊക്കെ മരുഭൂമിക്കകത്ത് മരിച്ചു വീഴാൻ തന്നെ കാരണം കുറ്റം പറച്ചിലായിരുന്നു. ഹല്ലേലൂയ. അവര് വാക്ക് തർക്കങ്ങളും കുറ്റം പറച്ചിലുമായിരുന്നു. അവര് വാഗ്ദത്തങ്ങളിൽ എത്തുവാൻ വൈകിപ്പോയതും, അവര് രോഗിയായി മരിച്ചു വീഴാനും, അവര് ഗതികെട്ട് പലവരും പോകാനും കാരണം അവര് തമ്മിൽ പിറുപിറുപ്പ്, കുറ്റം പറച്ചില്, വാക്ക് തർക്കങ്ങള് ഒക്കെയായിരുന്നു. ഒരു 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 കൂട്ടത്തിന്റെ ഇടയില്, ഒരു കുടുംബത്തിനകത്ത്, ഒരു സമൂഹത്തിനകത്ത്, ഒരു സഭയ്ക്കകത്ത്, ഒരു ജോലി സ്ഥലത്ത് തമ്മില് ആൾക്കാരെ കുറിച്ച് അവര് കാണുന്നില്ല, അവര് കേൾക്കുന്നില്ല, അവരറിയുന്നില്ല. അവരെക്കുറിച്ച് കുറ്റം പറച്ചിലും പിറുപിറുപ്പും വിസ്തരിക്കുന്നത് പോലെയൊക്കെ പറഞ്ഞിട്ട് ഒടുവില് ഞങ്ങൾ കുറ്റമല്ല പറഞ്ഞത്, ഞങ്ങൾ കാര്യമാ സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വചനം പറയുന്നു, നിങ്ങൾ സകലതും ചെയ്യുന്നത് കുറ്റം പറയാതെയും പിറുപിറുക്കാതെയും വാക്ക് തർക്കങ്ങൾ കൂടാതെയും നിങ്ങൾ. ഹല്ലേലൂയ. തിരുവചനം ഗോസ്പൽസിനകത്ത് സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുമ്പം അതിനകത്തൊരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു 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 രാജ്യത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്താൽ ആ രാജ്യം ഇല്ലാതെയായി പോകും. ഇങ്ങോട്ടും എതിർത്താൽ ആ രാജ്യം ഇല്ലാതെയായി പോകും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വളരെയധികം ദൈവ മക്കൾ എന്നുള്ള പദവിയിൽ നമ്മൾ നിൽക്കുമ്പോൾ വളരെ അധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് പറയുന്നതും എടുക്കുന്നതും ചെയ്യുന്നതും. സകല കാര്യങ്ങളും കുറ്റം പറയാതെ, പിറുപിറുക്കാർക്കങ്ങള് ഇല്ലാതെ. ഹല്ലേലൂയ. കുറ്റം പറയാതെയും വാക്ക് തർക്കങ്ങൾ ഇല്ലാതെയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന് എന്ന് പോലെ സകലതും ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ അവര് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ ആയിത്തീരും. ഹല്ലേലൂയ. വാക്ക് തർക്കങ്ങളും കുറ്റം പറച്ചിലും ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത്, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനകത്ത് കൊണ്ടെന്നാൽ അവര് മനുഷ്യർക്ക് ചെയ്യുന്നത്, അത് ദൈവത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്. അവിടെ ദൈവത്തിനെ അവര് മാറ്റി വെച്ചു കഴിഞ്ഞു. സ്തോത്രം. എന്നിട്ട് ഈ വാക്യം അവിടെ നിൽക്കെ തന്നെ, ഹല്ലേലൂയ, 3-ാം അധ്യായം ഫിലിപ്പിയരുടെ ഈ വാക്യം അവിടെ നിൽക്കെ തന്നെ, ഹല്ലേലൂയ, 3-ാം അധ്യായം ഫിലിപ്പിയരുടെ 3:1 പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുക നമ്മളെ, വാട്ട് എവർ ഹാപ്പൻസ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, റിജോയ്സ് ഇൻ ദ ലോർഡ്.
I never get tired of telling you these things, and I do it to safeguard your faith. 3:1. ഒടുവിൽ എൻ്റെ സഹോദരൻ നിങ്ങൾക്ക് അത് ഉറപ്പാകുന്നു. നിങ്ങളുടെ വിശ്വാസത്തിനെ അത് ഉറപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിനെ അത് സംരക്ഷിക്കുന്നു എന്ന. ഐ ഡു ഇറ്റ് ടു സേഫ് ഗാർഡ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ വീണു പോകാതെ ഇരിക്കാൻ വേണ്ടിയാ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കുറ്റം പറയല്, പിറുപിറുക്കല്ല്, വാക്കുതർക്കങ്ങൾ ഉണ്ടാവല്ല്. പക്ഷെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ ആനന്ദിക്കുക. ഹല്ലേലൂയ. എന്ത് വന്നാലും ഏത് വന്നാലും ഏത് വിധത്തിൽ സംസാരങ്ങൾ ഉണ്ടായാലും ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കണ്ടാലും അതൊന്നും കണ്ടില്ല, ക്രിസ്തു കണ്ടാലും അതൊന്നും കണ്ടില്ല, ക്രിസ്തു ആണ് എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചിട്ട് നിങ്ങൾ എല്ലാത്തിലും നിങ്ങൾ സന്തോഷിക്കുക. എന്നിട്ട് അപ്പോസ്തലൻ അവിടെ പറയാ, നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പോയെന്നിരിക്കും. ഐ ഐ ഐ ഡു ഇറ്റ് ടു സേഫ് ഗാർഡ് യുവർ ഫെയ്ത്ത്. കണ്ടോ, നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത്. അപ്പൊ നിങ്ങൾ പിറുപിറുത്ത് കുറ്റം കണ്ടുപിടിച്ച് വാക്ക് തർക്കങ്ങൾ ഉണ്ടായി സകലത്തിനകത്തും എല്ലാത്തിനകത്തും കുറ്റവും കണ്ടുപിടിച്ച് കുറവും കണ്ടുപിടിച്ച് നിന്നാൽ എന്തു പറ്റുമെന്നാ പറയുന്നത്? നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് കുറെ കഴിഞ്ഞിട്ട് പൊടിയൊക്കെ ഇട്ട് തപ്പി നോക്കിയാൽ പോലും നിങ്ങളെ വിശ്വാസത്തിൽ കണ്ടില്ല എന്നിരിക്കും. അയ്യോ, ഇത് അധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഒന്നും പറയാനില്ലെങ്കിൽ വായടച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രവും പറഞ്ഞ് നടക്കുന്ന ബെസ്റ്റ്. എല്ലാം നമ്മുടെ ചുറ്റിനും നോക്കിയാൽ ഒരുപാട് കുറവുകൾ കാണും. എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിനും ദൂതന്മാര് ഇറങ്ങി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാണുന്ന കണ്ണും കൊണ്ട് നമ്മൾ പല കാഴ്ചകളും കാണുമ്പോൾ നമുക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതിനകത്തൊക്കെ കുറവ് കാണും, നമ്മൾക്കൊന്നും നേരെയാക്കുക എല്ലാം നമ്മളിങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, എഫെസ്യരുടെ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, എല്ലാം നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, പക്ഷെ നമ്മുടെ പോരാട്ടം കാണാത്ത അദൃശ്യമായ മണ്ഡലത്തിലുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും സേനാധിപതികളോടും ദുഷ്ടാത്മാക്കളോടും ഒക്കെയാ നമ്മളുടെ പോരാട്ടം. അപ്പൊ ഈ സേനാധിപതികളും ദുഷ്ടാത്മാക്കളും ഈ വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ പല ഇടങ്ങളില് അവകാശം പറഞ്ഞിരിക്കുന്നതുണ്ട്. പലവരുടെ മേൽ അവകാശം പറഞ്ഞിരിക്കുന്നുണ്ട്, ഇടങ്ങളിൽ അവകാശം പറഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ കിടന്ന് നമ്മൾക്ക് കണ്ണും കൊണ്ട് കാണത്തില്ല, പക്ഷെ അവരൊക്കെ ഒരു നെഗറ്റീവ് എനർജി ഇടും. ഇതിനോടൊപ്പം ചേർന്ന് നമ്മള് കുറ്റങ്ങളും കണ്ടുപിടിച്ച് കുറവുകളും കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മള് അവിടെ ഒരു യുദ്ധത്തിനകത്തേക്ക് നമ്മൾ കേറുക. സ്തോത്രം. അവിടെ ഒരു യുദ്ധത്തിനകത്തേക്ക് നമ്മൾ കേറുക. സ്തോത്രം. യുദ്ധത്തിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പിടിക്കുന്നിടത്തൊന്നും നിൽക്കത്തില്ല എന്നിരിക്കും. അപ്പൊ ഇതിനകത്തൊന്നും ഏർപ്പെടാതെ നമ്മൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ എന്ത് പറ്റും? മനുഷ്യരോട് വെറുപ്പുണ്ടാകും, മനുഷ്യരോട് ഇഷ്ടക്കേടുണ്ടാകും. ഈ പിൻപിൽ വ്യാപരിക്കുന്ന ദുർശക്തികള് പല വിഷയങ്ങളെയും കൊണ്ടിട്ട് തന്ന് നേരെ ഒന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് നല്ലതായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാർ പോലും പല മേഖലകളിലും അവർ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിക്കും. ചിലപ്പം വീട്ടിനകത്തായിരിക്കും, സമൂഹത്തിലായിരിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് പറയും. മെല്ലെ മെല്ലെ ഹൃദയം കഠിനപ്പെടാൻ തുടങ്ങും. സ്തോത്രം. അതിന് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ഒരു കാര്യം ചെയ്, നിങ്ങൾ എല്ലാത്തിലും നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ വർക്ക് ഹാർഡ്, നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കുക. നിങ്ങളുടെ രക്ഷയെ കാണിക്കാൻ നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുക. പക്ഷെ എല്ലാത്തിലും നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാരമുണ്ടോ, ഒരു പ്രയാസമുണ്ടോ, ആരെങ്കിലോടും ഒരു പ്രയാസമുണ്ടോ, എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് പ്രയാസമുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറയാ, നിങ്ങൾ വിഷമിക്കാതെ. ഫിലിപ്പിയരുടെ 4:6. നിങ്ങൾ ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടാതെ, നിങ്ങളെ അലട്ടുന്ന ആ വ്യക്തിയെക്കുറിച്ച്, വിഷയത്തെക്കുറിച്ച്, സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടാതെ, നിങ്ങൾ ഭാരപ്പെടാതെ, പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ ഒരു കാര്യം, അതിനെക്കുറിച്ചൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ചില വിഷയത്തിനകത്ത് അയ്യോ ഇവരെന്താ ഇങ്ങനെ എന്നോട് ചെയ്തത്, എന്നോട് മാത്രമാണല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
നിങ്ങൾ പ്രാർത്ഥിക്കുക, അതിനെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിനോട് പറ, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാ വിഷയം ഒന്ന് മാറ്റി തരേണ്ടത്, നിങ്ങളെ എങ്ങനെയാണ് ദൈവം ആ സാഹചര്യത്തിനകത്തൊന്ന് മാനിക്കണ്ടേ എന്ന് കർത്താവിനോടൊന്ന് പറ. ഹല്യ. പക്ഷെ ഇതിനകത്തൊക്കെ നിങ്ങളുടെ സന്തോഷം കൈവിട്ടു പോകല്ലേ, നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ, പിറുക്കല്ലേ, നിങ്ങൾ കുറവുകൾ കണ്ടുപിടിക്കല്ലേ, വാക്ക് തർക്കങ്ങൾ ഉണ്ടാകല്ലേ. പക്ഷെ നിങ്ങൾ ദൈവത്തിനോട് നിങ്ങളുടെ സകല ആവശ്യങ്ങളും നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സന്തോഷിക്കുക. എന്തിനാ സന്തോഷിക്കേണ്ടേ? നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞത് ഈ ജഡ മനുഷ്യരോടല്ല പറഞ്ഞ്, പക്ഷെ എന്നേക്കും വാഴുന്ന സർവശക്തനായ ദൈവത്തിനോടാ നിങ്ങൾ പറഞ്ഞത്. ഹല്യ. ഞാൻ പറയട്ടെ, നമ്മൾ ഒരു വിഷയത്തിന്റെ മേൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം, അതൊന്ന് പരീക്ഷിച്ചു നോക്കണം. നമ്മളൊരു വിഷയം നമ്മളെ അത് വേദനിപ്പിക്കുന്നു, അലട്ടുന്നു, നമ്മൾ പറയുന്നു ഇറ്റ് ഇസ് നോട്ട് ഫെയർ, ഇത് ഇങ്ങനെയൊന്നും അല്ല, ഇത് ന്യായമല്ല, ഇത് ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മൾ എന്നിട്ട് അതിനെ കുറെ ഒന്ന് കുറ്റം പറഞ്ഞ് പിറുപിറുത്തെ അതിനകത്ത് വിഷയങ്ങളെല്ലാം ഒന്ന് കണ്ടുപിടിച്ചിട്ട് എല്ലാം ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. ഞാൻ എഴുതി വെച്ച് തരാം. ആ വിഷയങ്ങൾ ആഴ്ച ചെല്ലും തോറും, ദിവസങ്ങൾ കടക്കും തോറും ആ വിഷയങ്ങൾ വലിയ വലിയ വിഷയങ്ങളായി മാറും, വലിയ പ്രതിസന്ധി മാറും. പിന്നെ അത് നമ്മുടെ മുമ്പില് അതിങ്ങനെ വന്ന് നിൽക്കും. അതിനെക്കുറിച്ച് 24 മണിക്കൂറും പറയാനും ചിന്തിക്കാനും മാത്രമേ കാണത്തുള്ളൂ. അതൊരു വലിയ വിഷയമായി തീരും. അത് നമ്മളുടെ വീഴ്ചയ്ക്ക് ഒരു പക്ഷേ കാരണമായി തീരും. നമ്മൾ ചിലപ്പം ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകാൻ പോലും കാരണമായി പോകും. അതിനാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരുടെ 4 പറഞ്ഞത്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടാതെ നിങ്ങൾ എല്ലാത്തിനെ കുറിച്ച് നിങ്ങൾ ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്തോത്രം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കയ്യിൽ ആ വിഷയം കർത്താവിനോട് പറ, കർത്താവെ ആ വിഷയം കർത്താവിനോട് പറ, കർത്താവെ ഞാൻ ഇന്നടുത്ത് ചെന്നപ്പോ ഇന്നയാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചു, അതെനിക്ക് എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് വലിയ പ്രയാസമുണ്ടായി. ഞാൻ ആ പ്രയാസത്തിനെ അങ്ങയുടെ കരങ്ങളിലോട്ട് തരുക. ഞാൻ എൻ്റെ ഈഗോ, അല്ലെങ്കിൽ ഞാൻ ചെറുതായി പോയി, അല്ലെങ്കിൽ എന്നെ അവർ പരിഗണിച്ചില്ല എന്നൊക്കെ ഓർത്താ കർത്താവെ എനിക്ക് ആ വേദന, എനിക്കിനി ആ വേദന വേണ്ട. ഞാനത് അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അങ്ങ് ഹല്ലേലൂയ അതിൻ്റെ മേൽ എനിക്ക് സമാധാനം തന്നിരിക്കുന്നതിനായി സ്തോത്രം. ആ വ്യക്തിയെ, ആ സാഹചര്യത്തിനെ, വ്യക്തികളെ ഒന്ന് അനുഗ്രഹിക്കണം. ഇനിയും ഞാൻ അവരുമായിട്ട് എനിക്ക് ആ സാഹചര്യം അനുകൂലമായി തീരണം. എനിക്ക് അതിനകത്തൊരു സമാധാനം തരണം കർത്താവെ. നീ അത് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനൊരു കുഞ്ഞു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആ സാഹചര്യം മാറിപ്പോകും. അത് പറന്നു പോകും. അടുത്ത തവണ നമ്മൾ അവിടെ ചെല്ലുമ്പം ആ അനുകൂലമായി വരുന്നത് കാണാൻ സാധിക്കും. വ്യക്തികൾ അനുകൂലമായി തീരുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം. അല്ലാതെ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാത്തിനെ കുറിച്ചും കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞ് അതിനകത്തെ വിഷയങ്ങളും കണ്ടുപിടിച്ചിരുന്നാൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, ഒരിടത്തുനിന്ന് വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിലും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകും, അതിലും കൂടുതൽ വിഷയം ഉണ്ടാകും, അതിലും കൂടുതൽ പിറുപിറുക്കാനും കുറ്റം പറയാനും കുറവ് പറയാനും കാരണം കണ്ടിരിക്കും. ലക്ഷ്യത്തിനകത്തേക്ക് കയറത്തില്ല. ഇസ്രായേൽ ജനം എത്രത്തോളം കുറ്റവും പറഞ്ഞു കുറവും പറഞ്ഞു വാക്ക് തർക്കം ഉണ്ടായോ, അത്രത്തോളം അവർ മരുഭൂമിട്ടം കറങ്ങിക്കൊണ്ടേയിരുന്നു. സ്തോത്രം. അടുത്ത തലമുറ വന്നപ്പം അടുത്ത തലമുറയ്ക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. സ്തോത്രവും സ്തുതിയും ആരാധനയും അർപ്പിച്ചാൽ മാത്രം മതി. ഒരു യോശുവ ജനറേഷൻ എഴുന്നേറ്റു. ആ യോശുവ ജനറേഷന് തിരിച്ചറിഞ്ഞു, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ പിറുപിറുപ്പിനല്ല സമയം, ഇവിടെ സ്തോത്രത്തിനും ആരാധനയ്ക്കുമാ സമയം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഇന്നൊരു തീരുമാനമെടുത്തേ. അല്ല, പല മേഖലയ്ക്കകത്തും പിറുപിറുത്തിട്ടുണ്ടാവും, കുറ്റം കണ്ടുപിടിച്ചിട്ടുണ്ടാകും, പോരായ്മകൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്നൊരു തീരുമാനം എടുത്തേ, കർത്താവെ ഇനി ഞാൻ ഇങ്ങനെയൊന്നും കുറ്റവും കുറവും ഒന്നും പറയത്തില്ല. ചിലപ്പം കുറ്റം കാണും, ന്യായമായി
നന്നായിട്ട് നോക്കിയാൽ കുറ്റങ്ങൾ കാണും, കുറവ് കാണും, 100 വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കേണ്ട സാഹചര്യം കാണും. പക്ഷെ ഇന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് സഹായിക്കണം, എനിക്ക് കുറ്റങ്ങളും കുറവുകളും ഒന്നും തരുക. അങ്ങ് ഞാൻ ഇനി അവിടെ ചെല്ലുമ്പം, ഞാൻ ഇനി ആ വ്യക്തികളെ കാണുമ്പം, ഞാൻ ഇനി ആ സാഹചര്യത്തിനകത്ത് ആകുമ്പോൾ, കർത്താവെ എനിക്കത് അനുകൂലമായി വന്നത് എനിക്ക് കാണാൻ ഇടയാകണം, എനിക്ക് സന്തോഷിക്കണം. ഞാനിത് അങ്ങയുടെ കരങ്ങളിൽ തന്നിട്ട് ഞാൻ സ്തോത്രം പറയുക. കർത്താവിനൊന്ന് സ്തോത്രം പറയണം, കർത്താവിനോട് നന്ദി പറയണം. കർത്താവ് അങ്ങ് ചെയ്തെടുത്തിരിക്കുന്നതിനായി സ്തോത്രം. ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു. അതിനകത്ത് ദൈവം അത്ഭുതം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഹല്ലിയ. യേശുവിനെ കുറിച്ച് പറയുന്ന, യേശു സമാധാനത്തിന്റെ ദൈവമാ. യേശുവിനകത്തുള്ള ആത്മാവാ നമ്മുടെ അകത്തിട്ടിരിക്കുന്നത്. ഈ ആത്മാവിന്റെ ഒരു ഫലമാണ് സന്തോഷം. ഹല്ലേലൂയ. ഇനി നമുക്ക് ആ സന്തോഷം നഷ്ടപ്പെടേണ്ട, സമാധാനം നമുക്ക് നഷ്ടപ്പെടേണ്ട. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് സ്വർഗരാജ്യമാ. പഴയതിനെ മറന്നു കളഞ്ഞേച്ച് ആഞ്ഞു വെച്ച് മുന്നോട്ടോടി കർത്താവ് വെച്ചിരിക്കുന്ന ആ നന്മ നമുക്ക് കൈവശമാക്കാം. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്നവരൊന്നൊരു വാക്കില് ഒന്ന് കർത്താവിനോട് പറഞ്ഞേ, കർത്താവെ, കഴിഞ്ഞുപോയ ദിവസങ്ങളില്, കാലങ്ങളില് ഞാൻ എവിടെയെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞെങ്കിൽ, പിറുപിറുത്തെങ്കിൽ, വാക്ക് തർക്കങ്ങൾ ഉണ്ടായെങ്കിൽ, വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ പറഞ്ഞും എടുത്തുമൊക്കെ ഞാൻ കുറ്റങ്ങളൊക്കെ അതിനകത്ത് കണ്ടുപിടിച്ചെങ്കിൽ, കർത്താവെ ഇന്ന് എന്നോട് ക്ഷമിക്കണം. അങ്ങ് എന്നോട് ക്ഷമിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഇനിയും കർത്താവെ, മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് ഈ വചനം എന്നെ ഓർമ്മിപ്പിക്കണം. പരിശുദ്ധാത്മാവെ ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവെ, എന്നെ ഈ വചനങ്ങളൊന്ന് ഓർമ്മിപ്പിക്കണം. അല്ലെ, എനിക്ക് എല്ലാ സാഹചര്യത്തിലും, ചിലപ്പം സാഹചര്യം എനിക്ക് അനുകൂലമായിരിക്കത്തില്ല, ഞാൻ ആഗ്രഹിക്കുന്ന പ്രകാരം ആയിരിക്കത്തില്ല. പക്ഷെ കർത്താവെ, ആ സാഹചര്യം അങ്ങയുടെ കരങ്ങളിൽ തന്ന് എന്നെ സന്തോഷിപ്പിക്കാൻ ഒന്ന് പഠിപ്പിക്കണം. എനിക്ക് ജയം വേണം കർത്താവെ. എൻ്റെ വാഗ്ദത്തങ്ങൾ എനിക്ക് വെളിപ്പെടണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, എനിക്ക് എൻ്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടണം. അങ്ങനെ സഹായിക്കുന്നതിനായി സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ്റെ